ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്നൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കറി പോലും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, അവരൊക്കെ നന്നായിട്ട് കഴിച്ചോളും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇനി ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് ബാറ്റർ വേണ്ടത്. ഒരുപാടങ്ങ് ലൂസും ആയി പോകരുത്, ഒരുപാട് കട്ടിയും ആയി പോകരുത്. ഈ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുക. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു അപ്പം ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം ഗീ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്ററിൽ നിന്ന് ഓരോ കയ്യിൽ വീതം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി മുകൾ ഭാഗം ഇതുപോലെ റെഡിയായി കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വെച്ചിട്ടിട്ട് ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് മുകൾ ഭാഗം ചെറുതായിട്ട് ബബിളെല്ലാം വരാൻ തുടങ്ങും. അന്നേരം നമുക്കിതിലേക്ക് അല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കാം. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് തേന് ചേർത്ത് കൊടുക്കാം. തേനും പഞ്ചസാരയും രണ്ടും ഇഷ്ടമില്ലാത്തവർക്ക് അതൊന്നും ചേർക്കണ്ട. ഗീ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം പിന്നെ ഇതുപോലെയും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്തെങ്കിലും ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ നടുവിൽ ഇതുപോലെ ഒന്ന് കുത്തി പിടിച്ചാൽ മതി, പെട്ടെന്ന് മടക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് എടുക്കാം. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ മറ്റൊരെണ്ണം ഞാൻ പഴമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗീ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് ചെറിയൊരു ബബിളെല്ലാം വരുന്നത് കാണുമ്പോൾ ഇതിലേക്ക് വീണ്ടും ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചെറിയ പഴമാണിത്, അതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയും കൂടെ ഒന്ന് മടക്കിയതിന് ശേഷം തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കറി പോലും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. സ്നാക്കായും നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിച്ചോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.